നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്ടിലേക്കുള്ള പ്രവേശനം നിരോധിച്ച തമിഴ്നാട്. തടഞ്ഞിരിക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന മലമുകളിലേക്കുള്ള പ്രവേശനം. അനധികൃതമായി പ്രവേശിച്ചാൽ പിഴയും തടവ് ശിക്ഷയും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ബോർഡും സ്ഥാപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മധുര സോണൽ ചീഫ് എഞ്ചിനീയർ സന്ദർശനം നടത്തി. സന്ദർശനം അണക്കെട്ടിലെ ജലനിരപ്പ് 131 അടി എത്തിയതോടെ ജലം തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ചർച്ചയും നടന്നു. കട്ടപ്പന നഗരസഭയുടെ ആധുനിക അറവുശാല നവീകരിക്കാൻ നടപടി. ഏതാനും വർഷങ്ങളായി യന്ത്രങ്ങളുടെ തകരാർ മൂലം പ്രവർത്തനം നിലച്ച അറവുശാല പ്രവർത്തനം ആരംഭിക്കുന്നത് പുതിയ മെഷീനറികൾ എത്തിച്ച്. ഇതിനായി മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പുളിയൻമലയിലെ അറവുശാലയിൽ സന്ദർശനം നടത്തി. കട്ടപ്പന നഗരസഭയിലെ മാലിന്യം നീക്കാൻ 77 ലക്ഷം രൂപയുടെ കരാർ. ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്നത് പുളിയൻമലയിലെ മാലിന്യ സംസ്കരണശാലയിൽ. മാലിന്യം അടിയന്തരമായി നീക്കാനുള്ള ടെൻഡറിൽ കരാറുകാർ ഒപ്പുവെച്ചെന്നും ഉടനടി നടപടികൾ ആരംഭിക്കുമെന്നും അധികൃതർ. വിശദമായ വാർത്തകൾ. ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്ടിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് നിരോധിച്ചു. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന മലമുകളിലേക്കുള്ള പ്രവേശനമാണ് തടഞ്ഞിരിക്കുന്നത്. അനധികൃതമായി പ്രവേശിച്ചാൽ പിഴയും തടവ് ശിക്ഷയും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ബോർഡും സ്ഥാപിച്ചു. തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്ന രാമക്കല്ലാണ് മേഖലയിലെ പ്രധാന ആകർഷണം. തമിഴ്നാട് വനമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് കേരളത്തിലൂടെ മാത്രമേ പ്രവേശിക്കാനാകൂ. ഈ പ്രവേശന പാതയാണ് വനംവകുപ്പ് അടച്ചതെന്ന് ടൂറിസം സംരംഭകനായ വിനായക് പറയുന്നു. വർഷങ്ങളായി സഞ്ചാരികൾ യാതൊരു തടസ്സവുമില്ലാതെയാണ് രാമക്കൽമേട് വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശസ്തനായ ഹോളിവുഡ് ആക്ടർ ലിയാനോ ഡി കാപ്രിയെ പോലും ആകർഷിച്ച രാമക്കൽമേട്ടിന്റെ വ്യൂ പോയിന്റിന്റെ, പ്രത്യേകിച്ച് രാമക്കല്ലിന്റെ അദൃശ്യഭംഗി സഞ്ചാരികളെ രാമക്കൽമേട്ടിലേക്ക് കൂടുതലായി ആകർഷിക്കുന്നതാണ്. പ്രത്യേകിച്ചും അന്തർദേശീയ സഞ്ചാരികൾ കൂടുതലായി ഇവിടെ എത്തിച്ചേരാൻ കാരണം അതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തമിഴ്നാട് വനംവകുപ്പ് ഈ വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശനം നിരോധിച്ചത് അത്യന്തം ദൗർഭാഗ്യകരമാണ്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയും ഇടപെട്ടുകൊണ്ട് തമിഴ്നാട് ഗവൺമെന്റുമായി ചർച്ച നടത്തിയും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. മേഖലയിൽ കേരളത്തിന്റെ അധീനതയിലുള്ള മുട്ടക്കുന്നുകളിൽ നിന്ന് തമിഴ്നാടിന്റെ വിദൂര കാഴ്ചകളും രാമക്കല്ലും ആസ്വദിക്കാനാവുമെങ്കിലും രാമക്കല്ലിലെ ഉദയാസ്തമയ കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികൾ ഇവിടേക്കെത്തിയിരുന്നു. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം സഞ്ചാരികൾ വനമേഖലയിൽ ഉപേക്ഷിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രവേശനം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മധുര സോണൽ ചീഫ് എഞ്ചിനീയർ സന്ദർശനം നടത്തി. അണക്കെട്ടിലെ ജലനിരപ്പ് 131 അടി എത്തിയതോടെയായിരുന്നു സന്ദർശനം. ജലം തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ചർച്ചയും നടന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി തുടരുന്ന മഴയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 131.20 അടിയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയും മഴ ശക്തമായി ജലം പുറത്തേക്ക് ഒഴുക്കേണ്ട സാഹചര്യമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് സംഘം അണക്കെട്ടിൽ സന്ദർശനം നടത്തിയത്. അണക്കെട്ടിലെ നീരൊഴുക്കിനെക്കുറിച്ചും ജലം പുറന്തള്ളുന്നതിനെക്കുറിച്ചും സംഘം ചർച്ച ചെയ്തു. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, ഓവർഫ്ലോ ചാലുകൾ എന്നിവയെല്ലാം സംഘം പരിശോധിച്ചു. സീസ്മോഗ്രാഫ്, ഓക്ലിയോഗ്രാഫ്, റെയിൻ ഗേജ്, തെർമോമീറ്റർ, ആനിമേറ്റർ, DWLR, വീനോച്ച് എന്നിവയും സംഘം പരിശോധിച്ചു. കൂടാതെ അണക്കെട്ടിലെ ബോട്ടിന്റെ അറ്റകുറ്റപ്പണി, ഉപകരണങ്ങളുടെ പ്രവർത്തനം എന്നിവയും സംഘം പരിശോധിച്ചു. മഴ തുടരുന്നതിനാൽ അറ്റകുറ്റപ്പണികളെ സംബന്ധിച്ച് ഡാം എഞ്ചിനീയർമാർക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകി. തേനി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ജെ സാം ഇർവിൻ, എഞ്ചിനീയർ ഡോക്ടർ കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. കട്ടപ്പന നഗരസഭയുടെ ആധുനിക അറവുശാല നവീകരിക്കാൻ നടപടി. ഏതാനും വർഷങ്ങളായി യന്ത്രങ്ങളുടെ തകരാർ മൂലം പ്രവർത്തനം നിലച്ച അറവുശാല പുതിയ മെഷീനറികൾ എത്തിച്ചായിരിക്കും പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിനായി മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പുളിയൻമലയിലെ അറവുശാലയിൽ സന്ദർശനം നടത്തി. വർഷങ്ങൾക്ക് മുമ്പാണ് പുളിയൻമലയിൽ ആധുനിക അറവുശാല പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തനം നടന്നുവെങ്കിലും യന്ത്രങ്ങൾക്കുണ്ടായ തകരാർ മൂലം അറവുശാലയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. ഇത് അധികം വൈകാതെ തന്നെ ആധുനിക അറവുശാലയുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിനും കാരണമായി. പിന്നീട് മാടുകളെ സാധാരണ രീതിയിലാണ് അറവ് ചെയ്തിരുന്നത്. കോടികൾ മുടക്കിയ ആധുനിക അറവുശാല പ്രവർത്തനരഹിതമായത് നിരവധി വിവാദങ്ങൾക്കും ഇടയാക്കി. തുടർന്നാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇത് ചർച്ചയാവുകയും അടിയന്തരമായി അറവുശാല നവീകരിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തത്.
ഇതിനായി 38 ലക്ഷം രൂപയ്ക്കാണ് DPCയുടെ അംഗീകാരം ലഭിച്ചത്. എന്നാൽ മിഷനറികളടക്കം മാറ്റിവെക്കുന്നതിന് അതിൽ കൂടുതൽ തുക വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. ഒപ്പം ഭക്ഷ്യ ഉൽപാദന കേന്ദ്രമെന്ന നിലയിൽ അറവുശാലയ്ക്ക് വൃത്തിയും ശുചിത്വവുമുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായാണ് ഈ രംഗത്തെ സർക്കാർ ഏജൻസിയായ മീറ്റ് പ്രൊഡക്ട്സ് ഇന്ത്യയുടെ കൂത്താട്ടുകുളം യൂണിറ്റിലെ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. വരും ദിവസങ്ങളിൽ അറവുശാലയിലെ ഓരോ യന്ത്രങ്ങളും പരിശോധിച്ച് ഉപയോഗപ്രദമായവ ഉൾപ്പെടുത്തിയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയും നവീകരണത്തിനായുള്ള DPR തയ്യാറാക്കി നഗരസഭയ്ക്ക് നൽകുകയാണ് ലക്ഷ്യം. സർക്കാരിൻ്റെ ഏജൻസിയായ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാതൃകാപരമായ ആ സ്ലോട്ടർ ഹൗസ് ഉണ്ടാക്കുകയും അവിടെ നിന്ന് മീറ്റ് പ്രോഡക്ട്സ് നമ്മുടെ രാജ്യത്ത് ഉടനീളം അവർ വിൽക്കുകയും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അവർക്ക് സ്വന്തമായി ആ സ്ലോട്ടർ ഹൗസ് ഉള്ളവരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം മൃഗസംരക്ഷണ വകുപ്പിന് വേണ്ടിയിട്ടും മുനിസിപ്പാലിറ്റികൾക്ക് വേണ്ടിയിട്ടുമെല്ലാം സ്ലോട്ടർ ഹൗസുകളുടെ നിർമ്മാണം നടത്തിക്കൊടുക്കുകയും അതിൻ്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ഏജൻസിയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നഗരസഭയും മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയോട് ഇത് ഇവിടെ വന്ന് ഈ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി ഇതിനാവശ്യമായ ഒരു DPR തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിങ്, ആ ടെക്നിക്കൽ വിങ് ഇന്ന് ഇവിടെ ഈ ഒരു നമ്മുടെ ഈ സ്പോട്ട് വന്ന് പരിശോധിച്ചിട്ടുള്ളൂ. അത് നമുക്ക് എടുക്കാൻ കഴിയുന്നത് നമുക്ക് എടുക്കുകയും റീപ്ലേസ് ചെയ്യേണ്ടത് റീപ്ലേസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഈ യൂണിറ്റ് ഒന്ന് റിനോവേറ്റ് ചെയ്ത് ഒരു ആധുനിക ഒരു അറവുശാല അല്ലെങ്കിൽ സ്ലോട്ടർ ഹൗസ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു നിലവാരത്തിലേക്ക് അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ കൂത്താട്ടുകുളം യൂണിറ്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അച്യുത് NV, പ്രൊജക്ട് കോർഡിനേറ്റർ സുനിൽ NV എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറവുശാലയിൽ സന്ദർശനം നടത്തിയത്. കൂടാതെ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ KJ ബെന്നി, കൗൺസിലർ സോണിയ JB, സെക്രട്ടറി മണികണ്ഠൻ, ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക്, ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. കട്ടപ്പന നഗരസഭയിലെ മാലിന്യം നീക്കാൻ 77 ലക്ഷം രൂപയുടെ കരാർ. പുളിയന്മലയിലെ മാലിന്യ സംസ്കരണശാലയിലാണ് ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്നത്. മാലിന്യം അടിയന്തരമായി നീക്കാനുള്ള ടെൻഡറിൽ കരാറുകാർ ഒപ്പുവെച്ചെന്നും ഉടനടി നടപടികൾ ആരംഭിക്കുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി പറഞ്ഞു. കട്ടപ്പന നഗരസഭ മാലിന്യ സംസ്കരണശാലയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിനാണ് നടപടിയായത്. ടൺ കണക്കിന് വരുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിനായി 77 ലക്ഷം രൂപയുടെ ടെൻഡറാണ് നഗരസഭ ക്ഷണിച്ചിരുന്നത്. ഇതിൽ കരാറുകാർ ഒപ്പുവെച്ചുവെന്നും ഉടനടി മാലിന്യ നീക്കത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. 3 മാസം കൊണ്ട് പുളിയമലയിലെ മുഴുവൻ ലെഗസി വേസ്റ്റ് മാറ്റി കറക്റ്റായി ക്ലീൻ ചെയ്ത് കൃത്യമായ നടപടികളിലേക്ക് പോകുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അംഗീകാരം ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. 77 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിന് ഇന്ന് നമ്മൾ ടെൻഡർ എടുത്ത കമ്പനി ഇന്ന് വന്ന് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുക. പുളിയന്മലയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണശാലയിൽ വലിയ തോതിൽ മാലിന്യം കെട്ടിക്കിടന്നിരുന്നത് പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. വർഷങ്ങളായിട്ടുള്ള മാലിന്യമാണ് ഇവിടെ കുന്നുകൂടിയിരുന്നത്. കൃത്യസമയത്ത് ഇവ നീക്കം ചെയ്യാതിരുന്നതിനാൽ മാലിന്യം കുന്നുകൂടി സാംക്രമിക രോഗ ഭീഷണിയടക്കം ഉണ്ടാകുകയും ചെയ്തു. ഇതോടെയാണ് നഗരസഭ അടിയന്തര നടപടിയെന്നോണം മാലിന്യ നീക്കത്തിനായി കരാർ ക്ഷണിച്ചത്. വണ്ടൻമേട് കറുവാക്കുളത്ത് സാമൂഹ്യവിരുദ്ധർ വാഹനം തീയിട്ട് നശിപ്പിച്ചതായി പരാതി. കറുവാക്കുളം സ്വദേശി നാട്ടുരാജന്റെ ഉടമസ്ഥയിലുള്ള ഇൻവേഡർ വാഹനത്തിനാണ് തീയിട്ടത്. വാഹനത്തിന്റെ ഹോൺ ശബ്ദം കേട്ട് വീട്ടുകാർ പരിശോധന നടത്തിയപ്പോഴാണ് വാഹനത്തിന് തീപിടിച്ചതായി അറിയുന്നത്. തീപിടിച്ചതോടൊപ്പം വാഹനം 2 മീറ്ററോളം ഉരുണ്ടു നീങ്ങുകയും ചെയ്തു. തുടർന്ന് വിവരമറിയിച്ചതനുസരിച്ച് പ്രദേശവാസികൾ ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നുവെന്ന് വാഹന ഉടമ പറയുന്നു. രാത്രി വണ്ടി തീ കത്തുന്നത് ഓൺ അടിക്കുന്നത് മൊത്തം കത്തിയിട്ട് ഓൺ അടിക്കുന്നത് കണ്ടിട്ട് ഇവിടെ നിന്ന് വീട്ടിൽ ഇരിക്കുന്ന 6 ഓൺ അടിക്കുന്നത് നോക്കിയപ്പോൾ വണ്ടി മൊത്തം കത്തുന്നത് കൊണ്ട് ആൾക്കാർ മൊത്തം ഇറങ്ങി വന്നു. നാട്ടുകാർ മൊത്തം ഈ വെള്ളം എടുത്ത് കോരിയെല്ലാം ഒളിച്ചപ്പോൾ അടുത്തിൻ്റെ എനിക്ക് അറിയിച്ചത്. എന്നിട്ടാണ് വന്നിട്ട് നോക്കിയപ്പോൾ മൊത്തം കത്തി നിൽക്കുക. എന്നിട്ട് ഞങ്ങളെല്ലാം ഓഫാക്കി വെച്ചിട്ട് രാവിലെ വെളുത്തിട്ട് സ്റ്റേഷനിൽ പോയി. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വെളുപ്പിനെ ഒരു ഓട്ടോറിക്ഷ കറുവാക്കുളം ഭാഗത്തേക്ക് കടന്നു പോകുന്നതായി CCTV ദൃശ്യങ്ങളും ലഭിച്ചു. പെട്രോൾ എത്തിച്ചതായി കരുതുന്ന ജാറും സമീപത്തു നിന്നും കണ്ടെത്തി. തീ പെട്ടെന്ന് അണയ്ക്കാൻ സാധിച്ചതിനാൽ സമീപത്തുള്ള 3 വീട്ടുകാർ അത്ഭുതമായി രക്ഷപ്പെട്ടതായും നാട്ടുകാർ പറഞ്ഞു. ഞാൻ ആരെ നോക്കിയപ്പോൾ വണ്ടി തീ കത്തിച്ചത്. അന്നേരം വന്നിട്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പോയില്ല. പിന്നെ ഞാൻ ആൾക്കാരെ ഒച്ച വെച്ചു. എൻ്റെ മകന് എൻ്റെ മരുമോന് നാട്ടുരാജനും ഒച്ച വെച്ചപ്പോൾ നാട്ടുകാർ മൊത്തം വന്നിട്ട് വെള്ളം ഒളിച്ച്
ശരിയാക്കി. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം. സംഭവത്തിൽ വണ്ടൻമേട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തും. ടാറിംഗ് നടത്തി ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ പൊളിഞ്ഞ മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ തകർന്ന ഭാഗത്തെ ടാറിംഗ് ജോലികൾ വീണ്ടും നടത്തുമെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA. മഴ കുറയുന്ന മുറയ്ക്ക് ടാറിംഗ് ജോലികൾ നടത്തുവാൻ നിർമ്മാണം ഏറ്റെടുത്തിരുന്ന കരാറുകാരനോട് തന്നെ നിർദ്ദേശം നൽകുമെന്ന് MLA വ്യക്തമാക്കി. നിർമ്മാണം നടത്തി ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ റോഡ് പൊളിഞ്ഞതോടെ വലിയ പ്രതിഷേധമാണ് രൂപം കൊണ്ടിട്ടുള്ളത്. തോട്ടം തൊഴിലാളികളായ കുടുംബങ്ങളും വിനോദസഞ്ചാരികളുമൊക്കെ ഉപയോഗിക്കുന്ന റോഡാണ് മൂന്നാർ സൈലന്റ് വാലി റോഡ്. 2018 ഈ റോഡ് തകർന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് വർഷങ്ങളോളം പ്രദേശവാസികൾ യാത്രാക്ലേശം അനുഭവിച്ചു. കുണ്ടും കുഴിയും ചാടിയുള്ള യാത്ര മടുത്തതോടെ പ്രതിഷേധവും ഉയർന്നു. ഒടുവിൽ ഫണ്ട് വകയിരുത്തി റോഡിന്റെ ടാറിംഗ് ജോലികൾ നടത്തി. എന്നാൽ ടാറിംഗ് നടന്ന് ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ടാറിംഗ് പൊളിഞ്ഞു തുടങ്ങി. ഇതോടെ പ്രതിഷേധവും ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA വ്യക്തമാക്കിയത്. 2018 പ്രളയത്തിൽ തകർന്ന് ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് ഒലിച്ചു പോയിട്ടുണ്ട്. റോഡിൻ്റെ സംരക്ഷണ വൃത്തി ഇല്ലാതെ പല സ്ഥലങ്ങളിലും റോഡ് അപകടാവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ റോഡിൻ്റെ പ്രൊട്ടക്ഷൻ വർക്കും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ആദ്യം ചെയ്തതിന് ശേഷമാണ് ഈ ടാറിങ്ങിലോട്ട് ഇറങ്ങിയിരുന്നത്. പണികൾ പൂർത്തീകരിച്ചു. പണി പൂർത്തീകരിച്ച് മെയ് മാസം ലാസ്റ്റോടുകൂടിയാണ് പണി പൂർത്തീകരിച്ചത്. പണി പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ന് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ കുഴികൾ രൂപപ്പെടുന്ന അവസ്ഥ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം DLP പീരീഡ് ഉണ്ട്. ഒരു 1.5 വർഷത്തിനുള്ളിൽ ഈ റോഡിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കരാറുകാരൻ പണികൾ പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 19 കിലോമീറ്ററോളം ദൂരമാണ് മൂന്നാർ സൈലന്റ് വാലി റോഡിനുള്ളത്. ദിവസവും നിരവധിയായ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നു. റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയത് സമാനതകളില്ലാത്ത ദുരിതം പ്രദേശവാസികൾക്ക് സമ്മാനിച്ചിരുന്നു. നിലവിലെ സ്ഥിതി തുടർന്നാൽ റോഡ് വൈകാതെ പഴയ നിലയിലാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിർമ്മാണത്തിലെ പോരായ്മയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് ആക്ഷേപം. പീരുമേട്ടിലെ ജനവാസ മേഖലകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗശല്യങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി. ഇതിന്റെ ഭാഗമായി 19-ന് പീരുമേട് DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യത്തിനൊപ്പം പുലിയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പീരുമേട്ടിലെ ജനങ്ങൾ ഭീതിയോടെ കഴിയുന്ന സാഹചര്യത്തിലാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 19-ാം തീയതി പീരുമേട് DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് KPCC നിർവാഹക സമിതി അംഗം ഷാഹുൽ ഹമീദ് പറഞ്ഞു. എസ്റ്റേറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. എസ്റ്റേറ്റുകളിൽ കൃത്യമായ കൊളുന്തെടുപ്പും കാടുതെടുപ്പും ഒന്നും നടക്കുന്നില്ലാത്ത കാരണം ഓരോ എസ്റ്റേറ്റും വനമേഖലയായി മാറിയിരിക്കുക. ഈ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് സ്വൈര്യമായി സഞ്ചരിക്കുവാനും ജീവിക്കുവാനും കഴിയുന്ന നിലയിലുള്ള അന്തരീക്ഷം എസ്റ്റേറ്റുകൾ സംജാതം നിലവിലുള്ളതുകൊണ്ട് എസ്റ്റേറ്റിലെ ജീവിതവും ദുഷ്കരമായിരിക്കുക. ആളുകൾ ജോലിക്ക് പോകുവാൻ പോലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല ദിവസങ്ങളിലും എസ്റ്റേറ്റിൽ പണിയില്ലാതെ നിൽക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾ കാട്ടിൽ അധിവസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജീവിച്ചിരുന്ന ആളുകളാണ് പീരുമേട്ടിലൊക്കെയുള്ള ആളുകൾ. പണ്ടിവിടെ ഫെൻസിങ് ഇല്ലായിരുന്നു, മറ്റ് കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ വനമേഖല ട്രെഞ്ച് വെട്ടി തിരിച്ചിരുന്നത് കാരണം വനങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളുടെ ജനവാസ മേഖലയിലൊക്കെ വരവിന് ഒരു തടസ്സമുണ്ടായിരുന്നു. ഇന്ന് അന്നത്തെ കാലത്തുണ്ടാക്കിയ പഴയ ട്രെഞ്ചുകൾ കുറേ ഉണ്ട് എന്നുള്ളതല്ലാതെ പുതിയതായി ട്രെഞ്ചുകൾ സ്ഥാപിക്കുകയോ പഴയ ട്രെഞ്ചുകൾ വൃത്തിയാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാരണം ഇവിടെ മൃഗങ്ങൾക്ക് സ്വൈര്യവികാരം നടത്തുവാനുള്ള സാഹചര്യം കൂടുതൽ സംജാതമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർബന്ധമായും വനമേഖലയും ജനവാസ മേഖലയും വേർതിരിച്ച് ട്രെഞ്ച് വെട്ടി അത് വേർതിരിക്കാത്തടത്തോളം കാലം വന്യമൃഗശല്യം ഇവിടെ ഒഴിവാകാൻ പോകുന്ന കാര്യങ്ങളില്ല. വന്യമൃഗഭീതി വിട്ടുമാറാത്തത് ഏറിയ പങ്കും എസ്റ്റേറ്റ് മേഖലയിലാണ്. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ പഴയകാല ട്രെഞ്ചുകൾ ഉണ്ടായിരുന്നതല്ലാതെ ഇവയുടെ പുനർനിർമ്മാണത്തിനോ വനമേഖലയും ജനവാസ മേഖലയും വേർതിരിക്കുന്നതിനോ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ നമുക്കൊരുമിക്കാം വയനാടിനായി എന്ന പദ്ധതിയിലേക്ക് സഹായഹസ്തവുമായി അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് മോഡൽ പ്രൈമറി LP സ്കൂൾ. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു.
വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുവാൻ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും നമുക്കൊരുമിക്കാം വയനാടിനായി എന്ന പദ്ധതി നടപ്പിലാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലേക്കാണ് അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് മോഡൽ പ്രൈമറി LP സ്കൂളിലെ PTA എക്സിക്യൂട്ടീവ് സഹായം നൽകിയത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് റാണി തോമസിൽ നിന്നും കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ സഹായം ഏറ്റുവാങ്ങി. ഓരോ ആളുകളും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള ചെറുതും വലുതുമായുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട് അത്തരത്തിലുള്ള ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഇതിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുമിക്കാറുണ്ട്. അത്തരത്തിലൊരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സാംസ്കാരിക വകുപ്പ് ഇത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളം മുഴുവൻ ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കളക്ഷൻ ഇവരുടെ കലാകാരന്മാർ, ഈ ഫെലോഷിപ്പ് നേടിയിട്ടുള്ള കലാകാരന്മാർ, ഇവരുടെ സർക്കാർ പഠിതാക്കളൊക്കെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാകുകയാണ്. തീർച്ചയായിട്ടും അതും ഒരു വലിയ ഇനിഷ്യേറ്റീവാണ്. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S. സൂര്യലാൽ അധ്യക്ഷനായിരുന്നു. വയനാട്ടിലെ ദുരന്തം നമ്മുടെയൊക്കെ മനസ്സ് മരവിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സഹായ ഹസ്തങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരികയാണ്. കുടുക്ക പൊട്ടിച്ച് കുരുന്നുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നു. ആക്രി പിറക്കി വീട് വെച്ച് നൽകാൻ യുവജന സംഘടനകൾ രംഗത്തേക്ക് വരുന്നു. അനാഥരായ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ കടന്നു വരുന്നു. കുഞ്ഞുങ്ങളെ മുലയൂട്ടുവാൻ അമ്മമാർ കടന്നു വരുന്നു. അത്തരത്തിലുള്ള ഒരു മഹത്തരമായ സന്ദേശം പകർന്നു നൽകിക്കൊണ്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് മുന്നിൽ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ പോലും പലപ്പോഴും മനുഷ്യർക്കിടയിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും ഒക്കെ വിഷവിത്തുകൾ പാകുന്ന സമയത്ത് ആ വിഷവിത്തുകളൊക്കെ പറിച്ചെറിഞ്ഞുകൊണ്ട് മാനവ സ്നേഹമാണ്, മനുഷ്യ സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാമന്ത്രം എന്ന സന്ദേശം പകർന്നു നൽകുകയാണ് നമ്മുടെ കേരളം. സ്കൂൾ ഹെഡ്മിസ്ട്രസ് റാണി തോമസ്, PTA പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ, ഫെലോഷിപ്പ് ആർട്ടിസ്റ്റ് ഡോക്ടർ ബോബിൻ K. രാജു എന്നിവർ സംസാരിച്ചു. PTA വൈസ് പ്രസിഡന്റ് രാജി അനീഷ്, സെക്രട്ടറി PV ദീപ, സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കായുള്ള ലൈസൻസ് അദാലത്ത് നടന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന അദാലത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി 500-ൽ പരം വ്യാപാര സ്ഥാപനങ്ങളാണുള്ളത്. പല കാരണങ്ങളാൽ ലൈസൻസ് ലഭിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് അദാലത്ത് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ അധ്യക്ഷനായിരുന്നു. അപ്പോൾ നമ്മളുടെ വ്യാപാരികളുടെ സൗകര്യാർത്ഥം ലൈസൻസ് അദാലത്ത് സംഘടിപ്പിക്കണമെന്നുള്ള സംഘടനകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അപ്പോൾ അത് ഭരണസമിതി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സേവനം നൽകുക എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ സംഘടനകൾ പൂർണ്ണമായിട്ട് അതിൽ സഹകരിച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും അത് ലൈസൻസ് ലഭിക്കാത്തവർ രേഖകളുമായിട്ട് വന്നാൽ അപ്പോൾ തന്നെ ഫീസ് അടച്ച് പരമാവധി അന്നോ തൊട്ടടുത്ത ദിവസമോ ലൈസൻസ് കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ഥലത്ത് ഇപ്പൊ ഇരുത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇങ്ങനെ വഴിയോര കച്ചവടക്കാരെ കണ്ടാൽ ഞങ്ങൾ ആരാണോ കാണുന്നത് അവരപ്പോൾ തന്നെ അവരെ അവിടുന്ന് മാറ്റാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. മറ്റേ സ്ഥിരം കച്ചവടക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. പിന്നെ ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമുക്കൊരു പ്ലാന്റേഷൻ ഏരിയ ആയതുകൊണ്ട് ലേശം സ്ഥലം പോലും കിട്ടാനില്ല. അതുകൊണ്ടാണ് കൂടുതൽ വണ്ടികളെല്ലാം ഈ കടയുടെ ഫ്രണ്ടിലെല്ലാം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് S. അൻപുരാജ്, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അദാലത്തിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു. ദ ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ 50-ാം വാർഷിക പൊതുയോഗം ഓഗസ്റ്റ് 15-ാം തീയതി നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പൊതുയോഗം നടക്കുക. HMTA പ്രസിഡന്റ് P. K. ഗോപി അധ്യക്ഷത വഹിക്കും. ഇത്തവണ HMTA സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഒഴിവാക്കി ക്യാൻസർ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് സഹായം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രദേശത്തെ ക്യാൻസർ രോഗികളിൽ തികച്ചും അർഹരായവർക്ക് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ചികിത്സാ സഹായം വിതരണം ചെയ്യും. HMTA അംഗങ്ങളുടെ കുട്ടികളിൽ ഈ അധ്യയന വർഷം +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് സ്ഥാപക പ്രസിഡന്റ് കോര കുര്യൻ ചിറക്കൽപ്പറമ്പിൽ മെമ്മോറിയൽ എൻഡോവ്മെന്റ് വിതരണവും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ ശ്രദ്ധേയമായ വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുകയും ക്യാഷ് അവാർഡുകൾ നൽകുകയും ചെയ്യും. 50-ാം വാർഷിക പൊതുയോഗത്തിന്റെ മുന്നോടിയായിട്ട് ക്യാൻസർ രോഗം വന്ന് ചികിത്സയിൽ കഴിയുന്ന കുറേ രോഗികൾക്ക് അന്നേ ദിവസം പൊതുയോഗത്തിൽ വെച്ച് തന്നെ
ചികിത്സാ സഹായം ബഹുമാനപ്പെട്ട ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസ് വിതരണം ചെയ്യുന്നതാണ്. ഈ 50ാം വാർഷിക പൊതുയോഗത്തിൽ +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയ കുട്ടികൾക്ക് എല്ലാ വർഷവും കൊടുക്കാറുള്ള ക്യാഷ് അവാർഡും കോംപ്ലിമെൻറ്റും ഈ വർഷവും കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉന്നത വിജയം നേടിയ മറ്റ് ഡിഗ്രി പാസ്സായ കുട്ടികൾക്കും ക്യാഷ് അവാർഡും ട്രോഫിയും കൊടുക്കുന്നതായിരിക്കും. 15-ാം തീയതി രാവിലെ 8 മണിക്ക് HMTA ഓഫീസ് മന്ദിരത്തിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തും. +2 പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ കുട്ടികളും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച കുട്ടികളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി 13-ാം തീയതിക്ക് മുമ്പായി HMTA ഓഫീസിൽ എത്തിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കട്ടപ്പന പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ നെടുങ്കണ്ടം ഉപവിദ്യാഭ്യാസ ജില്ലാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MV ജോർജ് കുട്ടി മത്സരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കായികശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ നെടുങ്കണ്ടം ഉപവിദ്യാഭ്യാസ ജില്ലാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തിയത്. ചാമ്പ്യൻഷിപ്പിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MV ജോർജ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 23 കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ കുഴുത്തോളു ദീപ ഹൈസ്കൂൾ ചാമ്പ്യന്മാരും വണ്ടൻമേട് MES ഹയർ സെക്കൻഡറി സ്കൂൾ റണ്ണേഴ്സപ്പുമായി. കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം അധ്യക്ഷനായിരുന്നു. നെടുങ്കണ്ടം ഉപജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ കിഷോർ ഗോപിനാഥ്, കോച്ചും റഫറിയുമായ ജൂബിൻ ജോസഫ്, കോളേജ് സ്പോർട്സ് കോർഡിനേറ്റർ PV ദേവസ്യ, മിരൻ K ജോയി, വിവിധ സ്കൂളുകളിലെ കായിക അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന വാഴവര സെന്റ് മേരീസ് സ്കൂളിൽ കായികമേള നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് ചെമ്മരപ്പള്ളിയിൽ മേള ഉദ്ഘാടനം ചെയ്തു. വാഴവര സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളോടെയാണ് കായികമേള നടന്നത്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് ചെമ്മരപ്പള്ളിയിൽ മേള ഉദ്ഘാടനം ചെയ്തു. മേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന കുട്ടികളുടെ മാർച്ച് പാസ്റ്റും ദീപശിഖ പ്രയാണവും മേളയ്ക്ക് മിഴിവേകി. അത്ലറ്റിക് ഇനങ്ങളിലും ത്രോ ഇനങ്ങളിലും കുട്ടികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദേശീയപാത 85-ന്റെ നവീകരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്തതിനെ തുടർന്ന് അടിമാലി കൂമ്പൻപാറയിൽ 2 കുടുംബങ്ങൾ അപകട ഭീഷണിയിൽ. പാതയ്ക്ക് വീതി കൂട്ടുന്നതിനായി മണ്ണ് നീക്കം ചെയ്തതിന് പിന്നാലെ കനത്ത മഴ പെയ്തതിനാൽ ഇവരുടെ വീടിന്റെ മുറ്റം ഇടിഞ്ഞുപോയതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തുന്നത്. സമാന രീതിയിൽ അപകട ഭീഷണി നേരിടുന്ന വേറെയും കുടുംബങ്ങൾ ദേശീയപാതയോരത്തുണ്ട്. അടിമാലി കൂമ്പൻപാറ ഇടശ്ശേരി വളവിന് സമീപമാണ് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത ഭാഗങ്ങളിൽ പാതയോരം ഇടിഞ്ഞ് വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുന്നത്. കൂമ്പൻപാറ സ്വദേശികളായ തുറവക്കൽ മനോജ്, പാറപ്പാട്ട് സുബൈർ എന്നിവരുടെ വീടുകളുടെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണത്. ചെങ്കുത്തായി മണ്ണ് നീക്കം ചെയ്തതാണ് അപകടത്തിന് കാരണമെന്ന് പ്രദേശവാസികളും ആരോപിക്കുന്നു. നമ്മുടെ സംരക്ഷണ ഭിത്തിയുടെ സൈഡൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മഴ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സംരക്ഷണ ഭിത്തിയെല്ലാം ഇടിഞ്ഞു പോവും, വീടും എല്ലാം അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രായമായ ആളുകളും കുട്ടികളുമുള്ള വീടുകളാണ് ഇത് രണ്ടും ഉള്ളത്. നമുക്ക് വീട് തന്നെ ഭീഷണിയായിട്ടാണ് ഇപ്പോൾ നിലവിൽ കട്ടിങ് ഇടിഞ്ഞ് നമുക്ക് അപകടാവസ്ഥയിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. അപ്പോൾ ഇതിന്
അധികൃതർ ഇതിന് ഒരു നടപടികളെടുത്ത് നമുക്ക് സംരക്ഷണ ഭിത്തി കെട്ടിത്തരണമെന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. നിലവിൽ ഇവരുടെ വീടിന്റെ മുറ്റം വിണ്ടുകീറിയിരിക്കുകയാണ്. ഇനിയും ശക്തമായ മഴ പെയ്താൽ വീട് ഉൾപ്പെടെ ദേശീയപാതയിൽ പതിക്കുമെന്ന ഭയത്തിലാണ് കുടുംബങ്ങൾ. സമാന രീതിയിൽ അപകട ഭീഷണി നേരിടുന്ന വേറെയും കുടുംബങ്ങൾ ദേശീയപാതയോരത്തുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 153. വിൽപ്പനയ്ക്ക് വന്നത് 33,583. വിൽപ്പന നടന്നത് 33,310. കൂടിയ വില 2,806. ശരാശരി വില 2,250. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ. ഏലം കൂടിയ വില 2,250. ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 975, കൊക്കോ 70, റബ്ബർ 205. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,350 രൂപ. വെള്ളി 85. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്ടിലേക്കുള്ള പ്രവേശനം നിരോധിച്ച് തമിഴ്നാട്. തടഞ്ഞിരിക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന മലമുകളിലേക്കുള്ള പ്രവേശനം. അനധികൃതമായി പ്രവേശിച്ചാൽ പിഴയും തടവ് ശിക്ഷയും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ബോർഡും സ്ഥാപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മധുര സോണൽ ചീഫ് എഞ്ചിനീയർ സന്ദർശനം നടത്തി. സന്ദർശനം അണക്കെട്ടിലെ ജലനിരപ്പ് 131 അടി എത്തിയതോടെ ജലം തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ചർച്ചയും നടന്നു. കട്ടപ്പന നഗരസഭയുടെ ആധുനിക അറവുശാല നവീകരിക്കാൻ നടപടി. ഏതാനും വർഷങ്ങളായി യന്ത്രങ്ങളുടെ തകരാർ മൂലം പ്രവർത്തനം നിലച്ച അറവുശാല പ്രവർത്തനം ആരംഭിക്കുന്നത് പുതിയ മെഷീനറികൾ എത്തിച്ച്. ഇതിനായി മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പുളിയൻമലയിലെ അറവുശാലയിൽ സന്ദർശനം നടത്തി. കട്ടപ്പന നഗരസഭയിലെ മാലിന്യം നീക്കാൻ 77 ലക്ഷം രൂപയുടെ കരാർ. ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്നത് പുളിയൻമലയിലെ മാലിന്യ സംസ്കരണശാലയിൽ. മാലിന്യം അടിയന്തരമായി നീക്കാനുള്ള ടെൻഡറിൽ കരാറുകാർ ഒപ്പുവെച്ചെന്നും ഉടനടി നടപടികൾ ആരംഭിക്കുമെന്നും അധികൃതർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.